ഇന്ന് നമ്മൾ പോകുന്നത് പാണങ്കുഴിയിലുള്ള റിവർ ലാൻഡ് റിസോർട്ടിലേക്കാണ്. പാണങ്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരിയാർ പുഴയോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് എക്സാക്ട്ലി ഒരു റിസോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് ആണ്. അതായത് മാക്സിമം ഒരു 4-5 റൂംസേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ സാധാരണ റിസോർട്ടിലും ഹോട്ടലിലൊക്കെ പോണതിനേക്കാൾ നല്ല പ്രൈവസി ആയിരിക്കും ഇവിടെ. ഒരു 2-3 ഫാമിലിക്കാണെങ്കിൽ ആ ഒരു ഫുൾ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സൗകര്യമായിട്ട് അവിടെ ഒത്ത് താമസിച്ച് ജോളി അടിച്ച് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് 1980 MCOM ബാച്ചിൻ്റെ ഒരു റിയൂണിയൻ ആയിട്ടാണ്. അങ്ങനെയുള്ള പരിപാടികൾക്ക് ഇത് അടിപൊളിയാണ്. കാരണം വേറെ ശല്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ഫുൾ പ്രോപ്പർട്ടി തന്നെ ആ ഒരു പേർപ്പസിനായി. അപ്പോൾ ഈ പോകുന്ന വഴികളൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇത് എങ്ങനെയുള്ള ഏരിയ ആണെന്ന്. അതായത് പാണങ്കുഴി എങ്ങനെയുള്ള ഏരിയ ആണ്. അത്യാവശ്യം നല്ല വില്ലേജ് ഏരിയ ആണ്, പുഴയോട് വളരെ ചേർന്ന് കിടക്കുന്ന ഏരിയ. അപ്പോൾ ഇവിടെ ട്രാഫിക് ഒന്നും അധികം ഇല്ലാത്ത നല്ല ശാന്തമായിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ ഇവിടെ റോഡും വളരെ മോശം റോഡാണ്. അപ്പോൾ ഈ ഗേറ്റ് കഴിഞ്ഞ് കാണുന്നതാണ് നമ്മളുടെ റിവർ ലാൻഡ്സ് റിസോർട്ട് അല്ലെങ്കിൽ ഹോം സ്റ്റേ. അപ്പോൾ ഈ മുന്നേ കാണുന്നത് തന്നെയാണ് പെരിയാർ പുഴ. അപ്പോൾ 2018-19 വെള്ളപ്പൊക്കത്തിൽ ഇവിടെ വരെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടത്ത് വരെ വെള്ളം കയറി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന ഒരു ഏരിയ ഒന്നുമല്ല. 2018 സംഭവിച്ചത് ഭയങ്കര മഴയും അതുപോലെ തന്നെ എല്ലാ ഡാമും ഓപ്പൺ ചെയ്തപ്പോൾ വന്നേക്കുന്ന ഒരു വെള്ളപ്പൊക്കമാണ്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാണിയേലി പാണങ്കുഴി ഏരിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നത് മൺസൂൺ സീസണിലാണ്. പക്ഷേ മൺസൂണിൽ ഇങ്ങനെയൊരു ത്രെട്ട് കൂടിയുണ്ട്. ഇതൊരു അഡീഷണൽ റൂം പോലെയുള്ള റൂമാണ്. ഇത് ഇൻറ്റേർണൽ പർപ്പസിനാണെന്ന് തോന്നുന്നു ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ഡയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ജനലികൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് റിവർ വ്യൂ ആണിത്. എന്നിരുന്നാലും ഇതിൻ്റെ ബെഡ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇത് ഉറപ്പാണ് ഇത് ഗസ്റ്റിനുള്ള ഒരു റൂമല്ല. എന്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്, ഇതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണാനായിട്ട്. അപ്പോൾ ഈ റൂമിൻ്റെ ഒരു നല്ല സൂപ്പർ വ്യൂ ഉള്ളൊരു സിറ്റ് ഔട്ടാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലോറൊക്കെ പാനൽ ചെയ്തേക്കുന്നത് വുഡൻ പാനലിംഗ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ്, ഫുള്ള് വുഡൻ പാനലിങ്. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിവറിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടും. അതുപോലെ തന്നെ ആ റിവറിൻ്റെ അപ്പുറത്തുള്ളത് ഫുള്ള് കാടാണ്, മലയാറ്റൂരിൻ്റെ ആ ഒരു റീജിയനാണത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ആനകളൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്, ആനകളൊക്കെ കാണാൻ പറ്റുമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ പുഴയുടെ അപ്പുറത്തേക്ക് മുഴുവൻ കാടായതുകൊണ്ട് തന്നെ ഇവിടെ ആന, മാൻ എന്നീ വന്യജീവികളെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഇനി നമുക്ക് ഉള്ളിലൊന്ന് നോക്കാം. ഗസ്റ്റിന് വേണ്ടിയുള്ള റൂമുകളും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന MCOM റിയൂണിയൻ പ്രോഗ്രാമുകളും ഒക്കെ ഒന്ന് നോക്കാം.
അപ്പോൾ ഈ ബിൽഡിങ്ങിലുള്ളത് 3 റൂമാണ്. ഈ 3 റൂമും അടിപൊളി റൂമാണ്. അപ്പോൾ ആദ്യം കണ്ടതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇഷ്ടംമാതിരി സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡബിൾ ബെഡും പിന്നെ ഒരു സിംഗിൾ ബെഡും സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ റൂമിൽ നിന്ന് നേരെ റിവർ വ്യൂ ആണ്. ആ റിവർ വ്യൂയിലേക്കുള്ളത് ഫുള്ള് ഗ്ലാസ്സും. അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. ഇതാണ് ഈ റിസോർട്ടിലെ ഒരു ഡൈനിങ് ഏരിയയും പൂൾ ഏരിയ ഒക്കെ ആയിട്ട് വരുന്നത്. അതായത് പൂൾ സൈഡിൽ തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക രസമാണ്, വേറെ അപരിചിതരൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഈ നടക്കുന്ന പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലടി ശ്രീശങ്കര കോളേജിലെ 1980 MCOM ബാച്ചിൻ്റെ റിയൂണിയൻ ആണ്. ഇവിടെ എല്ലാവരും തന്നെ ഒന്നും ഇല്ലെങ്കിലും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഓണറും പ്രൊപ്പറേറ്ററും ഒക്കെ ഉണ്ട്. അവർ MCOM ബാച്ചിലുള്ളതല്ല, പക്ഷെ അവർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവരാണെങ്കിൽ അടിപൊളി കമ്പനിയാണ്. അവർ ഈ പണ്ടുകാലം മുതലേ പാണങ്കുഴി ഏരിയയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഏരിയ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും അവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം നല്ലൊരു ഇൻഡോർ പ്ലേ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ആർച്ചറി സെറ്റ് ഉണ്ട്, പിന്നെ ഒരു ടെന്നീസ് കളിക്കാൻ പറ്റുന്നൊരു സംഭവമുണ്ട്, പിന്നെ ഒരു ടേബിൾ ടെന്നീസ് ബോർഡുണ്ട്, പിന്നെ ചെറിയ പിള്ളേർക്കായിട്ട് ഒരു ചെറിയ സ്ലൈഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മെജോറിറ്റിയും ഡീക്കാത്ലോൺ ഐറ്റംസ് ആണ് ഇവിടെ കണ്ടത്. പിന്നെ കൂടുതലും ഇവിടെ ശ്രദ്ധിച്ചത് ഇതൊരു വർക്ക് ഇൻ പ്രോഗ്രസ് സ്ഥലമാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും ഇത് ബെറ്ററായിട്ട് അവർ സെറ്റ് ചെയ്തെടുക്കും. ഇനി ഇവിടെ നമുക്ക് ചെറുതായിട്ടൊരു ഗ്രില്ലിംഗ് ഏരിയ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ താഴേക്കൊരു വഴിയുണ്ട്. ആ വഴി ചെന്നെത്തുന്നത് നമ്മുടെ പുഴ തീരത്ത് തന്നെയാണ്. അപ്പോൾ ഈ ചെറുതായിട്ട് ഹട്ട് പോലെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഗ്രില്ലിംഗ് ഏരിയ. ഇവിടെ അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്യാനുള്ള കുറച്ച് സംവിധാനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഓൾഡ് സ്റ്റൈൽ ഗ്യാസ് സ്റ്റവ്, അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള വ്യൂസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. അപ്പോൾ ഈ മേജർ ആയിട്ടുള്ള 3 റൂമിൽ നിന്നും ഈ ഗ്രില്ലിംഗ് ഏരിയയിലേക്കും പിന്നെ ഡൈനിങ് ഏരിയയിലേക്കുമുള്ള എൻട്രീസ് ഉണ്ട്. ഈ രണ്ടിടത്തേക്കുള്ള എൻട്രീസും തന്നെ മഴ പെയ്താൽ പോലും നമുക്ക് നനയാതെ എത്താൻ പറ്റുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഈ വഴിയാണ് നമ്മളുടെ പുഴയുടെ തീരത്തേക്കുള്ള ഈ പുഴയിലേക്കുള്ള വഴി ഒരു 2 ലെയറായിട്ടാണ് എടുക്കുന്നത്. ആദ്യത്തെ ലെയറിൽ നമുക്ക് ചെറിയൊരു പാർക്കുമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല, 2-3 ഊഞ്ഞാലുകൾ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. നല്ലൊരു പാർക്ക് പോലെയും പിന്നെ ഒരു നല്ലൊരു ഗാർഡനും കൂടി ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് അവിടെ കിടപ്പുണ്ട്. പുഴയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കയാക്കിങ്ങിനുള്ള കുറച്ച് സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 3-4 കയാക്കിങ്ങിനുള്ള ബോട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാധാരണ ബോട്ടുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഒരു മോട്ടോർ ബോട്ടും അവിടെ കണ്ടു. അപ്പോൾ ഇതൊക്കെ നമുക്ക് പുഴ ക്രോസ് ചെയ്യാനായിട്ടുള്ള പിന്നെ ഈ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സജ്ജീകരണങ്ങളാണ്. പിന്നെ പുഴയിലേക്ക് ഇറക്കി തന്നെ ഒരു ഫിഷ് കേജ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഷിനെയൊക്കെ കൊണ്ടുപോയി ഇട്ട് അവിടെ നിന്ന് തന്നെ വളർത്തി നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തത്. ഇതൊക്കെ കൂടാതെ പുഴമീൻ പിടിക്കാൻ പറ്റുന്ന നെറ്റുകളും പിന്നെ അതുപോലെ തന്നെ ചൂണ്ടകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് പെരിയാർ പുഴയുടെ സമ്മർ ടൈമിലുള്ള ഒരു വ്യൂ. അതായത് ഇടയ്ക്കിടയ്ക്ക് തുരുത്തുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുഴയിലേക്ക് ഇറങ്ങിയുള്ള മരങ്ങളും പിന്നെ നല്ല രീതിയിലുള്ള പച്ചപ്പുകളും, അതായത് പുഴയുടെ നടുക്ക് തന്നെയായിട്ടുള്ള പച്ചപ്പുകളും ചെറിയ തുരുത്തുകളൊക്കെ ആയിട്ട് ഉള്ള ഒരു അടിപൊളി. അപ്പോൾ കയാക്കിങ്ങിന് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി ഈ തുരുത്തുകളുടെയൊക്കെ ഇടയിൽ കൂടിയുള്ള ചെറിയ വെള്ളച്ചാലുകളുണ്ട്. ആ ചാലുകളുടെയൊക്കെ ഇടയിൽ കൂടെ പോവാം. അപ്പോൾ
അത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടെ തീരത്തേക്കടെ തന്നെ ഒട്ടേറെ തണൽ മരങ്ങളുണ്ട്, നല്ല വലിയ പഴയ തണൽ മരം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലേസിൽ സമ്മർ ആണെങ്കിൽ പോലും നല്ലൊരു കൂൾനെസ് തോന്നും. പിന്നെ ഈ വെള്ളത്തിൻ്റെ ഇടയ്ക്കേക്കടെ ലൈറ്റ് അടിക്കുന്ന ഏരിയക്കടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ലോക്കൽ മീനുകളെ കാണാം. അതായത് കണിയാട്ടിപ്പരല്, പിന്നെ കുറുവാപ്പരല്, പിന്നെ അതുപോലെ തന്നെ ചുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനത്തുകണ്ണി എന്ന് പറഞ്ഞൊരു ഫിഷാണ്. അതുപോലെ ആ രണ്ട് പേരിലും ഇത് അറിയപ്പെടും. അപ്പം നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഈ പുഴയിലും കനാലുകളിലും പിന്നെ കുളങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ പിടിക്കാൻ പറ്റുന്ന ഒരു ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനത്തുകണ്ണിയാണ്. ഈ ചുട്ടി ഫിഷ് മീനാണ് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് പിടിക്കാൻ പറ്റുന്നത്. അതായത് തോർത്തിലൊക്കെ വന്ന് കയറും. പക്ഷേ പരലിനെ ഒന്നും നമുക്ക് തോർത്തിൽ കിട്ടത്തില്ല, അതിനെ തൊടാൻ പോലും കിട്ടത്തില്ല. ഇതൊക്കെ കൂടാതെ അരത്ത എന്ന് പറഞ്ഞൊരു മീനും കൂടിയുണ്ട്. അത് അത്യാവശ്യം നല്ല ഭംഗിയാണ് അതിനെ കാണാനായിട്ട്. ഒരു ടൈഗർ വരയൊക്കെ ആയിട്ടാണ് ഈ അരത്ത ഫിഷ്, അതായത് നമ്മുടെ അക്വേറിയം ഫിഷായ ഒരു ടൈഗർ ഫിഷിൻ്റെ ഒക്കെ രീതിയിൽ തന്നെ ഇരിക്കും ഇത്. പിന്നെ ഈ വലിയ വലിയ മരങ്ങളിൽ നിന്ന് ചെറിയ കാറ്റൊക്കെ അടിക്കുമ്പോഴേക്കും ഇതിൻ്റെ കായ്കളൊക്കെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു മെയിൻ വ്യൂവും പിന്നെ അതുപോലെ തന്നെ ആംബിയൻസ് ഒക്കെ. അപ്പോൾ നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഒരു മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്നും ആ ഫുൾ ഗ്ലാസ് വിൻഡോയ്ക്കിടെ ഉള്ള ആ മഴയുടെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാണിയേലി പാണങ്കുഴി ഏരിയ ഏറ്റവും ബ്യൂട്ടിഫുൾ മൺസൂൺ സീസണിലാണ്, അതായത് മഴ പെയ്യുമ്പോഴാണ്. അപ്പോൾ മഴ പെയ്യുമ്പോഴുള്ള ഇതിൻ്റെ ആ ബ്യൂട്ടി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു, ഈ പെരിയാർ പുഴയുടെ തീരത്തുള്ള പാണങ്കുഴി ഏരിയ എങ്ങനെയുണ്ട്? ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെയല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന മീനാണ് മാനത്ത് കണ്ണി അല്ലെങ്കിൽ ചുട്ടി മീൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ചുട്ടി മീനാണിത്.